മലയാളികൾക്ക് ഇന്നും മിനിമം ഗ്യാരണ്ടിയുള്ള നടന്മാരിൽ ഒരാളാണ് ബേസിൽ ജോസഫ്. അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലെത്തിയ ബേസിൽ സംവിധായകനായി 3 സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് നൽകിയത്. കോമഡി വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ബേസിൽ പിന്നീട് നായക വേഷത്തിലും തിളങ്ങി. ഷോർട്ട് ഫിലിമിലൂടെയാണ് ബേസിൽ സിനിമയിലേക്ക് എൻട്രി ലഭിക്കുന്നത്. ആദ്യ ഷോർട്ട് ഫിലിമിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ബേസിൽ ജോസഫ്. അജു വർഗീസ് തന്റെ ഷോർട്ട് ഫിലിം വിനീത് ശ്രീനിവാസിന് കാണിച്ചു കൊടുത്തെന്നും അത് കണ്ടപ്പോൾ വിനീത് തന്നെ വിളിച്ചെന്നും ബേസിൽ ജോസഫ് കൂട്ടിച്ചേർത്തു. ഷോർട്ട് ഫിലിം ഇഷ്ടമായെന്ന് വിനീത് പറഞ്ഞെന്നും അസിസ്റ്റന്റ് ആക്കാമോ എന്ന് താൻ വിനീതിനോട് ചോദിച്ചെന്നും ബേസിൽ പറഞ്ഞു. വിളിക്കാമെന്ന് അറിയിച്ച് വിനീത് ഫോൺ കട്ട് ചെയ്തെന്നും അടുത്ത സിനിമയിലേക്ക് തന്നെ വിളിച്ചെന്നും ബേസിൽ ജോസഫ് കൂട്ടിച്ചേർത്തു. സിനിമ ഉലകനോട് സംസാരിക്കുകയായിരുന്നു ബേസിൽ ജോസഫ്. എന്റെ ആദ്യ ഷോർട്ട് ഫിലിം പ്രിയംവദ കാതരിയാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അന്ന് ടോപ്പിൽ നിന്നിരുന്ന പല നടിമാർക്കും അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തു. യൂട്യൂബിൽ അത് ഹിറ്റ് ആയിരുന്നു. പല സെലിബ്രിറ്റികളും ആ ഷോർട്ട് ഫിലിം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. ഐശ്വര്യ റായും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഐശ്വര്യ റായിയുടെ ഫേക്ക് അക്കൗണ്ട് ആയിരുന്നു. അല്ലാതെ എന്റെ ഷോർട്ട് ഫിലിം എന്തിനാണ് ഐശ്വര്യ റായി ഷെയർ ചെയ്യുന്നത് ആലോചിച്ചു.